ഇപ്പൊ നോമ്പ് കാലമൊക്കെ അല്ലേ, നമ്മുടെ പാലക്കാട് ജില്ല അതിർത്തി പ്രദേശങ്ങളിലെ പള്ളികളിലും ഈ നോമ്പ് കാലത്ത് കിട്ടുന്ന ഒരു പ്രധാന വിഭവമാണ് ഈ കാണുന്ന പള്ളിക്കഞ്ഞി. ഇത് ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? ഇന്ന് അതിന്റെ വീഡിയോ ആണ് വരും. അതെ, നോമ്പുകാലമായാൽ പാലക്കാടൻ പരിസര പ്രദേശങ്ങളിലെ പള്ളികളിൽ കിട്ടുന്ന ഒഴിച്ചുകൂടാത്ത ഒരു പ്രധാന വിഭവമാണ് പള്ളിക്കഞ്ഞി. 15 വർഷത്തിൽ കൂടുതലായി 40 ദർഹിയിൽ പള്ളിക്കഞ്ഞി ഉണ്ടാക്കുന്നത് ചാവൽമാമ തന്നെയാണ്. ഇപ്പോൾ ചാവൽമാമ ഒറ്റയ്ക്കല്ല, സഹായത്തിനായി മകൻ റസൂലിക്കയും ഭാര്യയുമുണ്ട്. പൊതുവെ പാലക്കാടിന്റെ അതിർത്തി പ്രദേശങ്ങളിലായിട്ടാണ് ഈ പള്ളിക്കഞ്ഞി കണ്ടുവരുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ തരിക്കഞ്ഞിയാണ് കൂടുതലായി കാണപ്പെടാറും. നല്ല വെളിച്ചെണ്ണയിൽ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും മല്ലിച്ചെപ്പും ഇട്ട് വഴറ്റി ജീരകം ഇട്ട് വെള്ളമൊഴിച്ച് തിളപ്പിച്ച് പച്ചരിയിലാണ് ഈ കഞ്ഞി തയ്യാറാക്കുന്നത്. പ്രധാന വിഭവം ജീരകവും പച്ചരിയും തേങ്ങയുമാണ്. കുറെ ഔഷധ ഗുണങ്ങളും ഈ കഞ്ഞിക്കുണ്ട് കേട്ടോ. മറ്റൊരു പ്രത്യേകത പൊറോട്ടയും ബീഫും കോംബോ പോലെ ഈ കഞ്ഞിക്ക് ഇവിടെ മാത്രം കിട്ടുന്ന ഒരു കൂട്ടാനാണ്. നല്ല വഴുതനയും ചെറുപയറും ഇട്ട കൂട്ടാൻ. അപാര സ്വാദ് തന്നെയാണ് ഈ കഞ്ഞിയും കൂട്ടാനും. കഴിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? കമന്റ് ചെയ്യണേ. ജാതിഭേദമന്യേ 5 മണി കഴിഞ്ഞാൽ പരിസര പ്രദേശത്തുള്ള ആളുകൾ പള്ളി അങ്കണത്തിലോട്ട് എത്തും ഈ പള്ളിക്കഞ്ഞി വാങ്ങിച്ചു കൊണ്ടുപോകാൻ. അത്രത്തോളം ആരാധകരാണ് ഈ കഞ്ഞിക്കുള്ളത്. ഇന്ന് ഈ കഞ്ഞി ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് പ്രവാസ ലോകത്തിരിക്കുന്നവരും പാലക്കാടിന് പുറത്ത് ജോലി ചെയ്യുന്നവരുമാണ്. അതുമാത്രമല്ല, നോമ്പ് കാലം കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതിൽ ഒന്ന് ഈ കിട്ടുന്ന പള്ളിക്കഞ്ഞി കൂടെയാണ്. അതിനാൽ വേറൊരു ദിനം ഈ പള്ളിക്കഞ്ഞി വീട്ടിലുണ്ടാക്കി നോക്കി രുചിച്ചു നോക്കാനുള്ള ആളുകളുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ പള്ളിയിലോട്ട് വന്നാൽ ഈ കഞ്ഞി കുടിച്ച് രുചിച്ചു നോക്കാം. എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം നിങ്ങൾക്കും പറയാം. ഈ കഞ്ഞി ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? അവർ താഴെ കമന്റ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.